ഏതുകുട്ടാ ഏതുകുട്ടനൊരു കാര്യം അറിയോ? ഈ സ്നോ ഫ്ലേക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ യൂണിക്കാണെന്ന്. ഒരു സ്നോ ഫ്ലേക്സിനെ പോലെ മറ്റൊരു സ്നോ ഫ്ലേക്സ് ഇല്ല. എല്ലാത്തിനും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണെന്ന്. സത്യം, പച്ചപ്പരമാർത്ഥം. യെസ്, പച്ചപ്പരമാർത്ഥം തന്നെ. ഓരോ സ്നോ ഫ്ലേക്സും യൂണിക്കാണ്. അതിൻ്റെ ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. സെയിം ആയിട്ടുള്ള ഒരു സ്നോ ഫ്ലേക്സിനെ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ഇതിൽ തന്നെ നോക്കി, ഞാൻ എൻ്റെ ജാക്കറ്റിൽ കുറേ സ്നോ ഫ്ലേക്സിനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻസൊക്കെ ഡിഫറെൻ്റ് ആണ്. ഈ കാണുന്നത് നോക്കിയേ, ഒരു 5-6 എണ്ണമല്ലേ, 5-6 എണ്ണത്തിൻ്റെയും ഡിസൈൻ ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പോൾ ഓരോ സ്നോ ഫ്ലേക്സും ഡിഫറെൻ്റ് ആണ്. ഇത് ഈ സ്നോ ഉള്ള ടൈമിൽ ഈ ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ഐസ് ക്രിസ്റ്റലായിട്ടാണ് ഈ സ്നോ താഴേക്ക് വരുന്നത്. അപ്പോൾ ഇത് താഴേക്ക് വരുമ്പോൾ ഉള്ള ഒരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ലെവലും ആ സമയത്തൊരു എയർ ഫ്ലോവും ഒക്കെ അനുസരിച്ച് ഒരു ചെറിയൊരു ചേഞ്ചാണ് ആ ഐസ് ക്രിസ്റ്റലിന് സംഭവിക്കുന്നത്. അത് താഴേക്ക് വരുമ്പോൾ അത് ഓരോരോ ഡിസൈൻസ് ആയിട്ടാണ് ഈ സ്നോ ഫ്ലേക്സ് വരുന്നത്. സെയിം ഐസ് ക്രിസ്റ്റലാണ് ക്ലൗഡ്സിൽ നിന്ന് വരണമെങ്കിലും അത് താഴേക്ക് വന്ന് ഇങ്ങനെ നിലത്ത് പതിക്കുമ്പോൾ അതിന് ചെറിയൊരു മാറ്റം വരുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ആളെയാണ് നീത് നോക്കിയോണ്ട് നിൽക്കുന്നത്. ആരാണെന്നല്ല, മഞ്ഞുമലയിലൊരു മാൻകുഞ്ഞ്. ഈ തണുത്ത ഈ മഞ്ഞു പെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാൻകുഞ്ഞ് നിൽക്കുന്നുണ്ട്. സാധാരണ ഒരാളും കൂടി ഉണ്ടാവാറുണ്ട്, 2 പേരായിട്ടാണ് അത് വരാറ്. പക്ഷെ ഇന്ന് ഒരാളെ കാണാനുള്ളൂ. ഞാൻ അവിടെയൊക്കെ നോക്കി, പക്ഷെ കാണാനില്ല. നോക്കി, എന്തു മഞ്ഞ, അതിനുള്ളിലൊരു മാൻകുഞ്ഞ്. ആ സൈഡിൽ കൂടെയൊക്കെ ഈ വണ്ടിയൊക്കെ പോണ റോഡൊക്കെ ഉള്ളതാണ്. പക്ഷെ മാൻകുഞ്ഞ് സേഫായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നീതി കുഞ്ഞിനത് ഡോഗാന്ന് വിചാരിച്ചിട്ട് ബൗ ബൗ എന്നൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. അവനിപ്പോൾ ഈ ഡോഗും ക്യാറ്റും അതിനൊക്കെ അല്ലേ അറിയുള്ളൂ. മാനൊക്കെ അറിയേണ്ട സമയമാവണേ ഉള്ളൂ.